ഹായ് സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ പാരലൽ ലൈൻസ് സമാന്തര വരകൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ കുറെ റിസൾട്ട്സും അതുപോലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിരുന്നു. ഇനി നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് പാർട്ടായ ട്രയാങ്കിൾ ഡിവിഷൻ, ത്രികോണ ഭാഗം. അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പം ഇവിടെ നമുക്ക് എന്താ തന്നത്? ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലെ. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 സൈഡ്സ് ഉള്ള ഒരു പോളിഗൺ. അപ്പം 3 സൈഡ്സ് ഉള്ള ഒരു പോളിഗൺ തന്നിട്ടുണ്ട്, ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആൻഡ് എ ലൈൻ വിത്തിൻ ഇറ്റ്. എന്താണ് ഈ ഒരു ട്രയാങ്കിളില് നമുക്കൊരു ലൈനും വരച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിളിന്റെ ഉള്ളിൽ കൂടെ നമുക്കൊരു ലൈനും തന്നിട്ടുണ്ട്. പാരലൽ ടു വൺ സൈഡ്. എന്താ, നമ്മൾ ഓൾറെഡി നമ്മളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പം ഫസ്റ്റ് പാർട്ടില് സമാന്തര വരകൾ അഥവാ പാരലൽ ലൈൻസ് എന്താന്ന് പറഞ്ഞിരുന്നു അല്ലെ. എന്തായിരുന്നു പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ? നമുക്ക് 2 ലൈൻസ് തരുമ്പം അതെന്താണ്, ഇന്റർസെക്ട് ചെയ്യില്ല അല്ലെ. അതൊരിക്കലും കൂട്ടിമുട്ടില്ല. എന്താ, അത് നമ്മൾ എത്ര എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാലും അത് ഒരിക്കലും എന്താണ്, കൂട്ടിമുട്ടില്ല. അതുപോലെ അതിന്റെ ഡിസ്റ്റൻസ് എല്ലാ പ്ലേസിലും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അങ്ങനെയുള്ള ലൈൻസിനെയാണ് നമ്മൾ സമാന്തര വരകൾ അഥവാ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലൽ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രീൻ ലൈന് വരച്ചത്. ഓക്കെ, ഈ സൈഡ് നമ്മളെ ട്രയാങ്കിളിന്റെ ഈ സൈഡിന് പാരലൽ ആയിട്ടാണ് നമ്മളെ ഈ ഒരു ലൈൻ നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളെ ട്രയാങ്കിളിന് ABC എന്ന് നെയിം കൊടുത്തു, ABC. അപ്പൊ ഇവിടെ BCക്ക് പാരലൽ ആയിട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ XY എന്ന് നെയിം കൊടുക്കാം. അപ്പൊ എന്താ, BCക്ക് പാരലൽ ആയിട്ടാണ് XY നമ്മൾ വരച്ചത്, പാരലൽ. ഓക്കെ, BCക്ക് പാരലൽ ആയിട്ടാണ് നമ്മൾ XY വരച്ചത്. അപ്പൊ പാരലൽ ആയി വരച്ചാൽ എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി, is there any relation between the pieces into which this line cuts the other sides? എന്താ ചോദിച്ചത്? ഈ വര നമ്മൾ വരച്ച ആ ട്രയാങ്കിളിന്റെ അവിടെയുള്ള വര XY എന്ന് പറഞ്ഞ ആ ലൈന് ത്രികോണത്തിന്റെ മറ്റു 2 വശങ്ങളെയും മുറിക്കുന്ന ഭാഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതെന്ന് പറഞ്ഞാൽ നമ്മുടെ XY എന്ന് പറഞ്ഞ ലൈന് നമ്മൾ പറഞ്ഞു BCക്ക് പാരലൽ ആണ് XY. ഈ XY എന്ന് പറഞ്ഞ ലൈന് ABയും AC-യുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. സപ്പോസ് വി ഡ്രോ അനദർ ലൈൻ പാരലൽ ടു ദ ബോട്ടം സൈഡ് ത്രൂ ദ ടോപ്പ് വെർട്ടെക്സ്. എന്താ പറഞ്ഞത്? നമ്മൾ വേറൊരു ത്രികോണത്തിന്റെ മേൽമൂലയിലൂടെ ഒരു വര കൂടി താഴത്തെ വശത്തിനു സമാന്തരമായി വരച്ചാലോ എന്തായിരിക്കും? നമ്മള് എന്താണ്, വി ഡ്രോ അനദർ ലൈൻ പാരലൽ ടു ദ ബോട്ടം സൈഡ്. താഴേക്ക് പാരലൽ ആയിട്ട് നമ്മൾ വേറൊരു ലൈനും കൂടെ ഡ്രോ ചെയ്യാണ്. ത്രൂ ദ ടോപ്പ് വെർട്ടെക്സ്, മേലേന്ന് താഴോട്ട്. ഓക്കെ, നൗ there are 3 പാരലൽ ലൈൻ. എന്താ, ടോപ്പ് വെർട്ടെക്സ് എന്ന് പറഞ്ഞാല് മേലെ. ഇപ്പൊ നമുക്കറിയാം ട്രയാങ്കിളിന് 3 വേർട്ടെക്സ് അല്ലെ, 3 വേർട്ടെക്സ് ഉണ്ട്. അതിൽ ടോപ്പ് വേർട്ടെക്സിലൂടെ നമ്മൾ ഒരു ലൈൻ വരച്ചു. ഈ ടോപ്പ് വേർട്ടെക്സിലൂടെ വരച്ച ഈ ലൈന് എന്തിന് പാരലൽ ആണെന്നാ പറഞ്ഞേ? നമ്മളെ ബോട്ടം സൈഡിന് പാരലൽ ആണ്. നമ്മൾ ആദ്യം വരച്ച ഈ XY എന്ന് പറഞ്ഞ, നമ്മൾ നെയിം കൊടുത്തിരുന്നു XY എന്ന് പറഞ്ഞ ലൈന് എന്താണ്, നമ്മുടെ ട്രയാങ്കിൾ ABC ആണെങ്കിൽ എന്തിന് പാരലൽ ആണ്? ABക്ക് പാരലൽ ആണ് അല്ലെ. ABക്ക് പാരലൽ ആണ് XY. അതുപോലെ നമ്മൾ വേറൊരു ലൈനും കൂടെ വരച്ചു, നമ്മളെ ടോപ്പ് വേർട്ടെക്സിലൂടെ ഒരു ലൈൻ വരച്ചു. അതും എന്താണ്, നമ്മളെ ABക്ക് പാരലൽ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. Now there are 3 parallel line. ഇപ്പൊ നമ്മുടെ കയ്യിൽ എത്ര പാരലൽ ലൈൻ ഉണ്ട്? 3 പാരലൽ ലൈൻ ഉണ്ട്. കട്ടിംഗ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ. ഈ റൈറ്റ് സൈഡിനെയും ലെഫ്റ്റ് സൈഡിനെയും റൈറ്റ് സൈഡിനെയും കട്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഈ AC എന്ന് പറഞ്ഞ സൈഡിന് X, ഇവിടെ കണ്ടോ BCനെ Y. അപ്പം നമ്മൾ വരച്ച ഈ പാരലൽ ലൈനെ ലെഫ്റ്റ് സൈഡിനെയും റൈറ്റ് സൈഡിനെയും കട്ട് ചെയ്യുന്നുണ്ട്. The ratio of the pieces on either side must be the same, right? അങ്ങനെയാണെങ്കിൽ 2 സൈഡിന്റെയും റേഷ്യോ ഈക്വൽ ആയിരിക്കുമോ എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു 3 or more parallel lines
കട്ട് എനി ടു ലൈൻസ് ഇൻ ദ സെയിം റേഷ്യോ. മൂന്നോ അതിൽ കൂടുതലോ പാരലൽ ലൈൻ ഉണ്ടെങ്കിൽ രണ്ട് ലൈനിനെ അത് സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യും. നമ്മൾ കഴിഞ്ഞ പാഠത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇവിടെ നമുക്ക് എന്താ, ട്രയാങ്കിൾ ആണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ട്രയാങ്കിൾ ഡിവിഷൻ ആണ്, ത്രികോണ ഭാഗം. ഓക്കെ, നമ്മളിവിടെ പഠിക്കുന്നത് നമ്മളെ ഹെഡിങ് എന്തായിരുന്നു, ട്രയാങ്കിൾ ഡിവിഷൻ, ത്രികോണ ഭാഗം. അപ്പൊ നമ്മൾ ട്രയാങ്കിൾ വെച്ചിട്ടുള്ളതാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മളെ കയ്യില് 3 പാരലൽ ലൈൻസ് ഉണ്ട്. നമ്മളെ ട്രയാങ്കിൾ ABC ആണ്. അത് AB-ക്ക് പാരലൽ ആയിട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചു, അതാണ് നമ്മളെ XY. വീണ്ടും നമ്മൾ ടോപ്പ് വേർട്ടെക്സിന് AB-ക്ക് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു. ഇപ്പൊ നമ്മളെ കയ്യില് 3 പാരലൽ ലൈൻസ് ഉണ്ട്. ഈ 3 പാരലൽ ലൈൻസിന്റെയും റേഷ്യോ, ദ റേഷ്യോ ഓഫ് ദ പീസസ് ഓൺ എയ്തർ സൈഡ്, ഈ 3 പാരലൽ ലൈൻസ് ഉണ്ടെങ്കിൽ അതിന്റെ രണ്ട് സൈഡിലുള്ള റേഷ്യോ ഈക്വൽ ആയിരിക്കുമോ? ഇപ്പോൾ 3 സമാന്തര വരകൾ ത്രികോണത്തിന്റെ ഇടതും വലതും വശങ്ങളെ മുറിക്കുന്നു. ഇടതും വലതും വശങ്ങളെ എന്താണ്, 3 സമാന്തര വരകളാണ് മുറിക്കുന്നത്. മുറിച്ചു കിട്ടുന്ന ഭാഗങ്ങൾ തമ്മിലുള്ള അംശബന്ധം ഒന്നു തന്നെ ആണല്ലോ. അപ്പൊ നമുക്ക് റേഷ്യോ ഓഫ് ദ പീസസ് ഓൺ എയ്തർ സൈഡ് മസ്റ്റ് ബി ദ സെയിം ആണ് അല്ലെ. നമുക്ക് നോക്കാം. ഇനി ഇൻ എനി ട്രയാങ്കിൾ, അപ്പൊ നമ്മള് റേഷ്യോ സെയിം ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഈ ഒരു റിസൾട്ടിലോട്ട് എത്തി. നമ്മൾ എന്താണ്, ത്രികോണ ഭാഗം അഥവാ ട്രയാങ്കിൾ ഡിവിഷൻ ആണ് പറഞ്ഞത്. ഒന്നുമില്ല, നമ്മൾ ആദ്യം ഒരു ട്രയാങ്കിൾ ഡ്രോ ചെയ്തു. ആ ട്രയാങ്കിളിലെ ഒരു സൈഡിന് പാരലൽ ആയിട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചു. അതുപോലെ ടോപ്പ് വേർട്ടെക്സിലൂടെയും നമ്മൾ ഒരു ലൈൻ വരച്ചു. ഇപ്പൊ നമ്മളെ കയ്യിൽ 3 പാരലൽ ലൈൻസ് ഉണ്ട്. നമുക്കറിയാം 3 or more parallel lines cut any 2 lines in the same ratio. അപ്പം ഇവിടെ നമുക്ക് എന്താണ്, 3 പാരലൽ ലൈൻ ഉണ്ട്, ഇവിടെ 2 ലൈൻ. അപ്പൊ ഇതിന്റെ റേഷ്യോ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുകൊണ്ട് ഇൻ എനി ട്രയാങ്കിൾ, ഏതൊരു ട്രയാങ്കിളിലും ഏത് ത്രികോണത്തിലും എന്താ പറഞ്ഞത്, എ ലൈൻ പാരലൽ ടു വൺ ഓഫ് ദ സൈഡ്സ് കട്ട്സ് ദ അതർ 2 sides in the same ratio. എന്താ പറഞ്ഞത്, ഏത് ത്രികോണത്തിലും ഒരു വശത്തിനു സമാന്തരമായി വരയ്ക്കുന്ന വര ഒരു സൈഡിനെ നമ്മൾ പാരലൽ ആയിട്ട് വരച്ചാൽ മറ്റു 2 വശങ്ങളെ ഒരേ അംശബന്ധത്തിലാണ് മുറിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 2 സൈഡും മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലാണ്. ഓക്കെ, അപ്പം നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലൽ ആയിട്ട് നമ്മളൊരു ലൈൻ വരച്ചാൽ ഈ 2 ലൈനിനെയും സെയിം റേഷ്യോയിലാണ് അത് കട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ ഒരു റിസൾട്ട് ഓർത്ത് വെക്കുക. എന്താ നമ്മളെ റിസൾട്ട്, ഇൻ എനി ട്രയാങ്കിൾ, ഏതൊരു ത്രികോണത്തിലും എ ലൈൻ പാരലൽ ടു വൺ ഓഫ് ദ സൈഡ്സ്, നമ്മളെ ഒരു സൈഡിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചാൽ cuts the other 2 sides in the same ratio. ഈ ലൈൻ എന്താ ചെയ്യുന്നത്, മറ്റ് 2 സൈഡിനെയും സെയിം റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഏത് ത്രികോണത്തിലും ഒരു വശത്തിനു സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റു 2 വശങ്ങളെ ഒരേ അംശബന്ധത്തിലാണ് മുറിക്കുന്നത്. അപ്പൊ ഒന്നുമില്ല, നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലൽ ആയിട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചാൽ നമുക്ക് നമ്മളെ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലൽ ആയിട്ടായിരിക്കും മറ്റേ ലൈൻ വരയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റ് 2 സൈഡിനെയും സെയിം റേഷ്യോയിലായിരിക്കും അത് ഡിവൈഡ് ചെയ്യുന്നത്. ഇറ്റ് കട്ട്സ് ദ അതർ 2 sides in the same ratio, ഒരേ അംശബന്ധത്തിലായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു റിസൾട്ട് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, അപ്പൊ ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കാം. പ്രോബ്ലംസിലോട്ട് എത്തുന്നതിന്റെ മുന്നേ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് അറിയാനുണ്ട്. ഓക്കെ, എന്താ, നമുക്ക് ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ. ഈ പിക്ചർ എന്താ, ഇത് നമ്മളെ ട്രയാങ്കിൾ ആണ്. നമുക്ക് ഡൗട്ട് ഒന്നുമില്ല, നമ്മളെ ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിളിനെ ട്രയാങ്കിളിന്റെ ഒരു സൈഡിനെ പാരലൽ ആയിട്ട് നമുക്കൊരു ലൈനും തന്നിട്ടുണ്ട്. അതുപോലെ കുറച്ച് മെഷർമെന്റും നമുക്ക് നമ്മളെ ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റും. അപ്പൊ എന്താ പറഞ്ഞത്, ഇൻ ദിസ് പിക്ചർ ദ ഗ്രീൻ ലൈൻ വിത്തിൻ ദ ബ്ലൂ ട്രയാങ്കിൾ ഈസ് പാരലൽ ടു ദ ബോട്ടം സൈഡ്. ഒന്നുമില്ല, നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഇത് നമുക്കൊരു നീല ത്രികോണം തന്നിട്ടുണ്ട്. ഈ നീല ത്രികോണത്തിനുള്ളിൽ നമുക്കൊരു വര തന്നിട്ടുണ്ട്. ആ വര എന്താ, ഈ പച്ച വര താഴത്തെ വശത്തിനു സമാന്തരമാണ്. നമ്മള് ഇപ്പം ഈ ഒരു
ട്രയാങ്കിളിന് ABC എന്ന് കൊടുത്തു, ഈ ഗ്രീൻ ലൈനിന് നമ്മൾ XY എന്ന് കൊടുത്തു. അപ്പൊ എന്താ ഇവിടെ ABC ആണ് നമ്മളെ ട്രയാങ്കിൾ. ഈ ABക്ക് പാരലൽ ആയിട്ട് XY തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ഇവിടെ തന്നത്? ഇവിടെ നമുക്ക് AC മെഷർമെന്റ് തന്നിട്ടുണ്ട്. എന്താ? ടോട്ടൽ 6 സെന്റിമീറ്റർ ആണ്. അതുപോലെ ഇവിടെ നമുക്ക് XC, ഇവിടെ നമുക്ക് ഈ ഒരു സൈഡ് മാത്രം 2 സെന്റിമീറ്റർ, ഇവിടെ നമുക്ക് 2 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഏതാ? XC ആണ് നമ്മളെ 2 സെന്റിമീറ്റർ. ഇനി നമുക്ക് എന്താ തന്നത്? ABന്റെ മെഷർമെന്റ് തന്നിട്ടുണ്ട് അല്ലെ. AB ഈസ് ഈക്വൽ ടു 7 സെന്റിമീറ്റർ. ഇനി എന്താ നമുക്ക് തന്നത്? BC തന്നിട്ടുണ്ട് അല്ലെ. BC എത്രയാ തന്നത്? 4.5 സെന്റിമീറ്റർ. BC ഈസ് ഈക്വൽ ടു 4.5 സെന്റിമീറ്റർ. പക്ഷെ നമുക്ക് AX തന്നിട്ടുണ്ടോ? ഇല്ല, AX തന്നിട്ടില്ല. ബട്ട് AC തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ ആണ്. XC തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് AX കാണാൻ പറ്റും. അതുപോലെ ഇവിടെ നമുക്ക് BC 4.5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ BC ആണ് നമുക്ക് 4.5 സെന്റിമീറ്റർ തന്നത്. അങ്ങനെയാണെങ്കിൽ BY എന്തായിരിക്കും? YC എന്തായിരിക്കും? ഓക്കെ, നമുക്ക് നോക്കാം. We want to calculate the ratio in which this line divides the right side. അപ്പൊ നമ്മൾ റൈറ്റ് സൈഡ് നോക്കാം. ഇതാണ് നമ്മളെ റൈറ്റ് സൈഡ്. ഈ റൈറ്റ് സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പം എങ്ങനെ ചെയ്യും? It divides both left and right sides in the same ratio. അത് നമുക്കറിയാം. ഒരു ട്രയാങ്കിൾ തന്നാൽ ആ ട്രയാങ്കിളിൽ നമുക്ക് ഒരു സൈഡിന് പാരലൽ ആയിട്ട് നമ്മൾ ഒരു ലൈൻ ഡ്രോ ചെയ്താൽ it cuts in the same ratio. അതല്ലായിരുന്നു നമ്മളെ റിസൾട്ട്. It cuts the other 2 sides in the same ratio. മറ്റ് രണ്ട് വശങ്ങളെ മറ്റ് രണ്ട് സൈഡിനെയും സെയിം റേഷ്യോയില് കട്ട് ചെയ്യും. ഇറ്റ് കട്ട്സ് ദ അതർ 2 sides in the same ratio ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞത്? വി വാണ്ട് ടു കാൽക്കുലേറ്റ് ദ റേഷ്യോ. നമ്മളെ റൈറ്റ് സൈഡ്, ഈ റൈറ്റ് സൈഡ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ നമുക്ക് കാണണം. ഓക്കെ, ഈ വര ത്രികോണത്തിന്റെ വലതുവശത്തെ മുറിക്കുന്ന ഭാഗങ്ങളുടെ നീളം കണക്കാക്കണം. റേഷ്യോ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇരുവശങ്ങളെയും മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലാണല്ലോ. അത് നമുക്കറിയാം. ഒരു ട്രയാങ്കിളില് ആ ട്രയാങ്കിളിന് ഒരു സൈഡിന് പാരലൽ ആയിട്ട് നമ്മൾ ഒരു ലൈൻ ഡ്രോ ചെയ്താൽ ഇറ്റ് കട്ട് ദ 2 sides in the same ratio. അത് മറ്റ് രണ്ട് സൈഡിനെയും സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യും. വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ദ ലെഫ്റ്റ് പീസസ്? നമുക്ക് കാണേണ്ടത് എന്താ? ഇടതുവശത്തെ മുറിക്കുന്നത് ഏത് അംശബന്ധത്തിലാണ്? അപ്പൊ നമുക്ക് ഇതാണ് നമ്മളെ ലെഫ്റ്റ് പീസ് അല്ലെ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അത് വി വാണ്ട് ടു കാൽക്കുലേറ്റ് ദ റേഷ്യോ ഇൻ വിച്ച് ദിസ് ലൈൻ ഡിവൈഡ്സ് ദ റൈറ്റ് സൈഡ്. അപ്പം നമുക്കറിയാം ഇതാണ് നമ്മളെ റൈറ്റ് സൈഡ്, ഇതാണ് നമ്മളെ റൈറ്റ് സൈഡ്, ഇത് നമ്മളെ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സെയിം റേഷ്യോയിലാണ് നമുക്കറിയാം. കാരണം എന്താ? ABയും XYയും പാരലലാണ്. പാരലൽ ആണെങ്കിൽ മറ്റ് രണ്ട് സൈഡിനെയും അത് സെയിം റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം ലെഫ്റ്റ് സൈഡിന്റെ റേഷ്യോ കാണാം. ലെഫ്റ്റ് സൈഡിന്റെ റേഷ്യോ കണ്ടാൽ ലെഫ്റ്റ് സൈഡിൽ എല്ലാ മെഷർമെന്റും നമുക്കറിയാം. കാരണം XC 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതുപോലെ AC 6 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളെ AX എന്തായിരിക്കും? AX ഈസ് ഈക്വൽ ടു ഒക്കെ കൂടെ നമുക്ക് 6 സെന്റിമീറ്റർ ആണ്. അതിന് നമ്മൾ ഈ ഒരു പാർട്ട്, ചെറിയ പാർട്ട് നമ്മൾ കുറയ്ക്കും. അപ്പൊ നമ്മൾ ഈ വലിയ പാർട്ട് കിട്ടൂലേ? യെസ്, 6 - 2 ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ എന്ന് കിട്ടി. 6 - 2 എന്ന് പറഞ്ഞാൽ 4 സെന്റിമീറ്റർ. അപ്പൊ നമ്മളെ AX കിട്ടി 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മളെ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാം കിട്ടി അല്ലെ. ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാം കിട്ടിയിട്ടുണ്ട്. AX 4 സെന്റിമീറ്റർ ആണെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്തു. നമ്മളെ CX എന്ന് പറഞ്ഞാൽ 2 സെന്റിമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ AC എന്ന് പറഞ്ഞാൽ 6 സെന്റിമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ റേഷ്യോ എന്തായിരിക്കും? വി വാണ്ട് ടു ഫൈൻഡ് ദ റേഷ്യോ. റേഷ്യോ എന്തായിരിക്കും എന്ന് നോക്കാം. അപ്പം AX നമുക്കറിയാം സെയിം റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത് എന്ന് അറിയാം അല്ലെ. ഈ സൈഡും ഈ സൈഡും. അങ്ങനെയാണെങ്കിൽ 2:4 അല്ലേ. നമുക്ക് XC എന്ന് പറഞ്ഞാൽ 2 സെന്റിമീറ്റർ ആണ്, AX എന്ന് പറഞ്ഞാൽ 4 സെന്റിമീറ്റർ ആണ്. സോ ഇറ്റ് ഈസ് 2:4. ഇതിനെ നമുക്ക് ഷോർട്ട് ആക്കുമ്പോൾ നമ്മളെ റേഷ്യോ എന്ത് വരും? 2ന്റെ ഹാഫ് 1, 4ന്റെ ഹാഫ് 2. സോ അവർ റേഷ്യോ ഈസ് 1:2. ഓക്കെ, അപ്പൊ നമ്മളെ റേഷ്യോ കിട്ടിയിട്ടുണ്ട് 1:2. അപ്പം ഇത് ഈസ് ടു ഇത്, ഇനി ഇത് ഈസ് ടു ഇത്, അങ്ങനെയും കുഴപ്പമില്ല. നമുക്ക് 2:1.
ഓക്കെ, അപ്പൊ ഇവിടെയാണ് നമ്മൾ ആദ്യം എടുത്തത്, അതുകൊണ്ട് ഇത് 1:2 ആണെന്ന് കിട്ടി. ഈ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് റൈറ്റ് സൈഡ് ടോട്ടൽ BC നമുക്ക് തന്നിട്ടുണ്ട് 4.5 സെന്റിമീറ്റർ ആണ്. BC 4.5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ബട്ട് വി വാണ്ട് ടു കാൽക്കുലേറ്റ് ദ മെഷർമെന്റ് ഓഫ് BY ആൻഡ് YC. നമുക്ക് BY എന്താന്ന് കാണണം, അതുപോലെ YC എന്താന്ന് കാണണം. അത് രണ്ടും നമ്മൾ എങ്ങനെ കാണും? നമുക്ക് ടോട്ടൽ മെഷർമെന്റ് തന്നിട്ടുണ്ട്, അതുപോലെ നമ്മളെ കയ്യിൽ എന്തുണ്ട്? റേഷ്യോ ഉണ്ട്. കാരണം ഇവിടുത്തെ റേഷ്യോ 1:2 ആണെങ്കിൽ ഇവിടുത്തെ റേഷ്യോയും എന്തായിരിക്കും? 1:2 ആയിരിക്കും. കാരണം ഇത് നമ്മളൊരു ട്രയാങ്കിൾ ഒരു ലൈനിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചാൽ അതിന്റെ രണ്ട് സൈഡ്സും സെയിം റേഷ്യോ ആയിരിക്കും എന്ന് നമ്മളെ കയ്യിൽ ഒരു റിസൾട്ട് ഉണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ റേഷ്യോ 1:2 ആണെങ്കിൽ ഇവിടുത്തെ റേഷ്യോയും 1:2 ആയിരിക്കും. അതുകൊണ്ട് BCന്റെ മെഷർമെന്റും നമ്മളെ കയ്യിലുണ്ട്, നമ്മളെ റേഷ്യോയും നമ്മളെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് BYയും YCയും ഫൈൻഡ് ചെയ്തൂടെ? യെസ്, നമുക്ക് BYയും YCയും ഫൈൻഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്യും? നമ്മൾ എപ്പോഴും അങ്ങനെ തന്നാൽ നമ്മളെ കയ്യിൽ റേഷ്യോയും ടോട്ടൽ മെഷർമെന്റും ഉണ്ടെങ്കിൽ നമുക്ക് വാല്യൂ നമ്മളെ മെഷർമെന്റ് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ ആദ്യം BY ഫൈൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആദ്യം ചെറുത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം, CY ഫൈൻഡ് ചെയ്യാം. അപ്പൊ CY ഈസ് ഈക്വൽ ടു എന്ത് വരും? ടോട്ടൽ 4.5 ആണ് ഇൻറ്റു അതിന്റെ റേഷ്യോ എന്തായിരിക്കും? നമുക്കറിയാം നമ്മളെ ചെറിയ പാർട്ടിന്റെ റേഷ്യോ വരുന്നത് എന്താണ്? 1:2 എന്നല്ലേ? അപ്പൊ ചെറുത് 1ഉം വലുത് 2ഉം ആയിരിക്കും. 1:2 ആണ് റേഷ്യോ എങ്കിൽ ചെറുത് 1ഉം വലുത് 2ഉം ആയിരിക്കും. ഓക്കെ, അപ്പം CY എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ നമ്മളെ ടോട്ടൽ ആയ 4.5 ഇൻറ്റു ഇതിന്റെ റേഷ്യോ എന്താ? 1 ബൈ ടോട്ടൽ റേഷ്യോ എന്താ? വാട്ട്സ് ദ ടോട്ടൽ റേഷ്യോ? 1:2 ആണെങ്കിൽ 1 + 2 ഈസ് ഈക്വൽ ടു 3 ആണ്. 1/3. അപ്പൊ നമ്മളെ ടോട്ടൽ 4.5 ഇൻറ്റു അതിന്റെ റേഷ്യോ 1 ബൈ ടോട്ടൽ റേഷ്യോ 3 ചെയ്താൽ നമുക്ക് നമ്മളെ CYന്റെ മെഷർമെന്റ് കിട്ടും. ഓക്കെ, അപ്പം 4.5 ഇൻറ്റു 1/3, അല്ലെങ്കിൽ നമുക്ക് 2:4 അങ്ങനെയും ചെയ്യാം. ഓക്കെ, 2:4 എന്ന് പറഞ്ഞാൽ അതിന് ഷോർട്ട് ആക്കിയതാണ് 1:2. അപ്പൊ 4.5 ഇൻറ്റു 1/3 എങ്ങനെ വരും? 4.5 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 4.5 തന്നെയാണ് അല്ലെ? 4.5 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. 4.5 ഡിവൈഡഡ് ബൈ 3 നമുക്ക് നോക്കാം എന്താ? 45 ഡിവൈഡഡ് ബൈ 3 പോയിന്റ് ഇട്ട് കൊടുക്കാതെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1 3s are 3, 1 5 5 3s are 15. എന്നിട്ട് ഇനി ആൻസറിന് നമുക്ക് പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ 1.5 എന്ന് വരും. സോ 4.5 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 1.5 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മളെ CYന്റെ മെഷർമെന്റ് കിട്ടി. ഇത് 1.5 സെന്റിമീറ്റർ ആണ്. ക്ലിയർ ആണോ? 1.5 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് BYന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണ്ടേ? യെസ്, അപ്പൊ BY ഈസ് ഈക്വൽ ടു എന്ത് വരും? സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മുടെ ടോട്ടൽ ആയ 4.5 ഇൻറ്റു റേഷ്യോ. BYന്റെ റേഷ്യോ എന്താ? BY എന്ന് പറഞ്ഞാൽ എന്താ? വലിയ പാർട്ട് അല്ലേ? CYനേക്കാളും വലുതല്ലേ? അപ്പൊ അതിന്റെ റേഷ്യോ 2 അല്ലേ? യെസ്, 2 ബൈ ടോട്ടൽ റേഷ്യോ എന്താ? 3. 1 + 2 എന്ന് പറഞ്ഞാൽ 3. അപ്പൊ 4.5 ഇൻറ്റു 2/3 ചെയ്താൽ നമ്മളെ BY കിട്ടും. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. എന്താ? 4.5 ഇൻറ്റു 2 ചെയ്യണം, എന്നിട്ട് ആ കിട്ടിയ ആൻസറിന് നമ്മൾ ഡിവൈഡഡ് ബൈ 3 ആണ് ചെയ്യുക. അപ്പൊ എന്താ? 4.5 ഇൻറ്റു 2 വരിക. 5 2s are 10, 4 2s are 8, 8 + 1 9. അപ്പം 9 വരും. അപ്പൊ 9/3. 9/3 എന്താ? 9/3 എന്ന് പറഞ്ഞാൽ 3 ആണ് എന്ന് നമുക്കറിയാം. അപ്പൊ 3 സെന്റിമീറ്റർ. അപ്പൊ നമ്മളെ BY എന്ത് കിട്ടി? 3 സെന്റിമീറ്റർ ആണ് എന്ന് കിട്ടി അല്ലേ? അപ്പൊ നമ്മളെ CYയും നമുക്ക് കിട്ടി, BYയും നമുക്ക് കിട്ടി. BY എന്താ? 3 സെന്റിമീറ്റർ. CY എന്താ? 1.5 സെന്റിമീറ്റർ. രണ്ടും കൂടെ കൂട്ടിയാൽ 3 + 1.5 ഈസ് ഈക്വൽ ടു 4.5. നമ്മളെ ടോട്ടൽ ആയ BC കിട്ടി. BC എന്ന് പറഞ്ഞാൽ 4.5 സെന്റിമീറ്റർ ആണ് എന്ന് കിട്ടി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ചെയ്യാം. നമുക്ക് ആദ്യം നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് AC തന്നിട്ടുണ്ട്, അതുപോലെ XC തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ AX ഫൈൻഡ് ചെയ്തു.
അപ്പൊ നമ്മളെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ ഇതും നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ റേഷ്യോ എന്തായി? 2:4 എന്ന് പറഞ്ഞാൽ 1:2 ആണ്. റേഷ്യോയും നമുക്ക് കിട്ടി. ഇനി നമുക്കറിയാം ട്രയാങ്കിൾ ഡിവിഷൻ, ത്രികോണ ഭാഗം. അതിൽ ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലൽ ആയിട്ട് നമ്മൾ ഒരു ലൈൻ ഡ്രോ ചെയ്താൽ ഇറ്റ് കട്ട്സ് അതർ 2 സൈഡ്സ് ഇൻ ദ സെയിം റേഷ്യോ. മറ്റ് 2 സൈഡിനെയും സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യുന്നു നമുക്കറിയാം. അതുകൊണ്ട് ഇതിൻ്റെത് 1:2 ആണെങ്കിൽ ഇതിൻ്റെതും 1:2 ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് റേഷ്യോയും കിട്ടി, അതുപോലെ ടോട്ടൽ നമുക്ക് 4.5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോന്നിന്റെയും ലെങ്ത് കാണാൻ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ചെറുതാണെങ്കിൽ CY നമ്മൾ കണ്ടു 4.5 ഇൻറ്റു അതിന്റെ റേഷ്യോ 1 / ടോട്ടൽ റേഷ്യോ 3. അപ്പൊ നമുക്ക് 1.5 സെന്റിമീറ്റർ കിട്ടി. അതുപോലെ വലിയ പാർട്ടിന്റെ കാണാൻ BY ഈസ് ഈക്വൽ ടു 4.5 ഇൻറ്റു അതിന്റെ റേഷ്യോ ആയ 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ 2/3 വിച്ച് ഈസ് ഈക്വൽ ടു 9/3 വിച്ച് ഈസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ. അതുകൊണ്ട് 3യും നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആൻസർ കറക്റ്റ് ആണ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 4.5 സെന്റിമീറ്റർ തന്നെ കിട്ടി. അപ്പൊ നമ്മളെ ഈ ഒരു ട്രയാങ്കിളിന്റെ എല്ലാ മെഷർമെന്റും റേഷ്യോയും ഒക്കെ നമുക്ക് കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മെഷർമെന്റ് ഫൈൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മള് വാട്ട്സ് ദ റേഷ്യോ ഓഫ് ദ ലെഫ്റ്റ് പീസസ്? 1:2 ആണ് അല്ലെ റേഷ്യോ. ഇനി ഇൻ ബോത്ത് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് നമ്മളെ 2 സൈഡിലും ദ ഷോർട്ടർ പീസ് എന്ന് പറഞ്ഞാൽ 1/3 ഓഫ് ദ ഹോൾ സൈഡ് ആണ്. 3ൽ 1 ഭാഗമാണ്. ഇവിടെ 6 ആണ്. അതിൽ 3ൽ 1 ഭാഗമാണ് എന്ത്? നമ്മുടെ ഷോർട്ടർ പീസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ലോങ്ങർ പീസോ? ആൻഡ് ദ ലോങ്ങർ പീസ് ഈസ് 2/3 ഓഫ് ദ ഹോൾ സൈഡ്. നമ്മളെ റേഷ്യോ ആണ് ഇവിടെ പറഞ്ഞത്. റേഷ്യോ 1:2 ആണെങ്കിൽ ഷോർട്ടർ പീസ് 1/3യും ലോങ്ങർ പീസ് 2/3യും ആയിരിക്കും. എപ്പോഴും നമ്മുടെ ഡിനോമിനേറ്ററിൽ ടോട്ടൽ റേഷ്യോ ടോട്ടൽ 1+2 ആണ് വരും. ഓക്കെ, ഇനി വാട്ട് ഇഫ് ബോത്ത് സൈഡ്സ് ആർ കട്ട് ഇൻ ദ റേഷ്യോ 3:5? 3:5ലാണ് കട്ട് ചെയ്യുന്നതെങ്കിലോ? ഒന്നും നോക്കാനില്ല. നമ്മളെ ലോങ്ങർ ഇൻ ബോത്ത് സൈഡ്സ് ഷോർട്ടർ പീസ് എന്തായിരിക്കും? ഏറ്റവും ചെറുത് ഇവിടെ 3 ആണ് അല്ലെ. അപ്പം 3 എന്താ ടോട്ടൽ എത്രയാ? 8. അപ്പൊ 3/8 ഓഫ് ദ സൈഡ് എന്ന് വരും. ആൻഡ് ദ ലോങ്ങർ പീസ് എന്തായിരിക്കും? 5/8 വരും. 5 ആണ് ലോങ്ങർ പീസിന്റെ റേഷ്യോ. അപ്പൊ 5/8 ഓഫ് ദ സൈഡ്. ഓക്കെ, അപ്പം 3:5 ആണ് നമ്മളെ റേഷ്യോ എങ്കിൽ ഈ ബോത്ത് ഷോർട്ടർ പീസ് എന്തായിരിക്കും? 3/8 ഇൻറ്റു നമ്മൾ ആ വലിയ പീസ് ആയിരിക്കും 3/8 ഓഫ് ദ സൈഡ്. ആ സൈഡിന്റെ 3/8 ആയിരിക്കും. 3/8 ഇൻറ്റു ആ സൈഡ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഷോർട്ടർ പീസ് കിട്ടും. ആൻഡ് ദ ലോങ്ങർ പീസ് എന്തായിരിക്കും? 5/8 ഓഫ് ദ സൈഡ്. ആ സൈഡിന്റെ 5/8 ആയിട്ട് ആ സൈഡിനെ 5/8 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിന്റെ ലോങ്ങർ പീസും കിട്ടും. ഓക്കെ, സിമ്പിൾ ആണ് അല്ലേ? അപ്പൊ നമ്മൾ എന്താ നമ്മളെ റിസൾട്ട് എന്ത് കിട്ടി? ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ പാരലൽ ടു വൺ സൈഡ് കട്ട്സ് ദ അതർ 2 സൈഡ്സ് ഇൻടു ദ സെയിം പാർട്ട്. ഓക്കെ, അപ്പൊ സെയിം പാർട്ടായിട്ടും നമുക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ട്. എന്താ പറഞ്ഞത്? ഏത് ത്രികോണത്തിലും ഒരു വശത്തിനു സമാന്തരമായി വരയ്ക്കുന്ന വര. ഒരു സൈഡിന് നമ്മൾ എന്താണ് പാരലൽ ആയിട്ട് വേറൊരു സൈഡ് വരച്ചാൽ എന്താ മറ്റു 2 വശങ്ങളെയും മുറിക്കുന്നത് അവയുടെ ഒരേ ഭാഗങ്ങളായിട്ടാണ്. അപ്പം സെയിം പാർട്ടായിരിക്കും. നമ്മള് നേരത്തെ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എന്തായിരുന്നു ആ റിസൾട്ട്? ഈ മറ്റേതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് പറയുന്നത് സെയിം റേഷ്യോ ആണ് എന്നാണ്. ഒരു ട്രയാങ്കിളിന് സമാന്തരമായി നമ്മൾ പാരലൽ ആയിട്ട് എന്താണ് ഒരു സൈഡിന് പാരലൽ ആയിട്ട് വേറൊരു ലൈൻ വരച്ചാൽ എന്താണ്? one of the sides cuts the other 2 sides in the same ratio. It cuts other 2 sides in the same ratio. Same ratioയിൽ കട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇവിടെ എന്താ പറഞ്ഞത്? It cuts the other 2 sides in the same part. അവിടെ പറഞ്ഞത് സെയിം റേഷ്യോയിലാണെന്ന്, ഇവിടെ പറഞ്ഞത് സെയിം പാർട്ടിലാണ്. ഓക്കെ, ഒന്നുമില്ല. അപ്പൊ ഏത് ത്രികോണത്തിലും ഒരു വശത്തിനും സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റു 2 വശങ്ങളെയും മുറിക്കുന്നത് അവയുടെ ഒരേ ഭാഗങ്ങളായിട്ടാണ്. സെയിം മറ്റേതുപോലെ തന്നെയാണ്. സെയിം റേഷ്യോ ആണ്. ഓക്കെ, സെയിം റേഷ്യോ ആണ്, സെയിം പാർട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്താ തന്നത്? ഈ നമ്മളെ ട്രയാങ്കിൾ ഡിവിഷന് കുറച്ചും കൂടെ ഒന്ന് പഠിക്കാൻ പോവാണ്. എന്താ? ദ ഗ്രീൻ ലൈൻ വിത്തിൻ ദ ട്രയാങ്കിൾ ഈസ് പാരലൽ ടു ദ ബോട്ടം സൈഡ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഗ്രീൻ ലൈൻ, ഈ പച്ച വര എന്ന് പറഞ്ഞത് ഈ താഴെയുള്ള നമ്മുടെ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലൽ ആയിട്ടാണ് തന്നിട്ടുള്ളത്. denoting the length of the sides and their parts by letters. ഇനി നമ്മൾ അതിന്റെ ഓരോ പാർട്സ് ഒക്കെ എന്താണ് ലെറ്റേഴ്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യാണ്.
അപ്പം സൈഡ്സ് ആൻഡ് ദർ പാർട്സ് ബൈ ലെറ്റേഴ്സ് ആസ് ഇൻ ദ പിക്ചർ വി ക്യാൻ റൈറ്റ് ദ സ്റ്റേറ്റ്മെന്റ് എബോവ് ആസ്. അപ്പൊ എന്താ നമുക്ക് തന്നത്? നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു നെയിം കൊടുക്കാം. ABC എന്ന് നെയിം കൊടുത്തു. ഇനി എന്താ പറഞ്ഞത്? ഇവിടെ നമുക്ക് ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളില് ഇവിടെ ഈ മെഷർമെന്റ് P നമുക്ക് ഇവിടെ ലൈന് XY എന്നും കൊടുക്കാം. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇനി AC മെഷർമെന്റ്, ഈ വലിയൊരു ഈ ലെങ്ത്തിന്റെ മെഷർമെന്റ് A ആണ് തന്നത്. AC ഈസ് ഈക്വൽ ടു A എന്ന് തന്നിട്ടുണ്ട്. ഇനി അതിന്റെ ഷോർട്ടർ പീസ് ആണ് XC മെഷർമെന്റ് Q ആണ് തന്നിട്ടുണ്ട്. XC ഈസ് ഈക്വൽ ടു Q. ഇനി ആദ്യത്തെ വലിയ പാർട്ട് AX ഈസ് ഈക്വൽ ടു P ആണ് തന്നിട്ടുണ്ട്. AX ഈസ് ഈക്വൽ ടു P. ഇനി അതുപോലെ ഇതിന്റെ റൈറ്റ് സൈഡ് നോക്കാം. റൈറ്റ് സൈഡ് നോക്കുമ്പോ എന്താ? വലിയ സൈഡ് എന്താ? BC അല്ലെ? BCന്റെ മെഷർമെന്റ് B ആണ് തന്നിട്ടുണ്ട്. അതുപോലെ ഇതില് ചെറുതേതാ? YCന്റെ മെഷർമെന്റ് T ആണ് തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് BY ആണ് ഏറ്റവും വലിയ പാർട്ട് റൈറ്റ് സൈഡിലുള്ളത്. അതിന്റെ മെഷർമെന്റ് G ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളെ കയ്യിലുണ്ട്. ഇനി നമുക്ക് എന്താന്നുള്ളത് നോക്കാം. അപ്പൊ P/A is equal to R/B ആക്കിയിട്ട് എഴുതാം എന്നാണ് നമുക്ക് പറഞ്ഞത്. P/A എന്ന് പറഞ്ഞാൽ R/B ആക്കിയിട്ട് എഴുതാം. അപ്പൊ നമ്മളെ മെഷർമെന്റ് ഇവിടെ അതുപോലെ Q/A എന്ന് പറഞ്ഞാൽ S/B. അപ്പം ഇവിടെ നമ്മളെ മെഷർമെന്റിൽ തെറ്റുണ്ട്. ഇവിടെ ഇത് നമുക്ക് ഈ G ഉള്ളത് S ആക്കാം. അതുപോലെ ഈ T ഉള്ളത് നമുക്ക് R ആക്കാം. അപ്പൊ ഇവിടെ PQRSAB. ഓക്കെ, അപ്പോ നമുക്ക് എന്താണ് ഇവിടെ YC ആണ് നമ്മളെ ചെറിയ പാർട്ട്. YCക്ക് നമുക്ക് R എന്ന് കൊടുക്കാം. അതുപോലെ BY നോക്കുക. BYക്ക് നമുക്ക് S എന്ന് കൊടുക്കാം. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? P/A ഈസ് ഈക്വൽ ടു R/B. P/A ഈ വലിയ പാർട്ടും ബൈ A. ഇവിടെ നമുക്ക് ഇത് S കൊടുക്കാം, ഇത് R കൊടുക്കാം. ഓക്കെ, PQRS. അപ്പൊ ഈ ആറും എസും BY ആണ് നമ്മുടെ R. ഓക്കെ, ഇനി ഇവിടെ എന്താ നമ്മളോട് പറഞ്ഞത്? B/A ഈസ് ഈക്വൽ ടു R/B. P/A ഈ P എന്ന് പറഞ്ഞ ഈ ഒരു വലിയ പാർട്ട് ബൈ ഇതിന്റെ ടോട്ടൽ പാർട്ട് P/A. ഈ AX/AC. ഓക്കെ, P/A എന്തിന് ഈക്വൽ ആണ്? R/Bക്ക് ഈക്വൽ ആണ്. ഈ ഒരു പാർട്ടത്തെ ഇത് വലിയ പാർട്ടും എന്താണ്? ഇതിത്തെ ഹോൾ പാർട്ടിനും ഈക്വൽ ആണ്. P/A ഈസ് ഈക്വൽ ടു R/B. ഒന്നുമില്ല കൺഫ്യൂഷൻ ആവാൻ. അതുപോലെ ഇതിത്തെ ചെറിയ പാർട്ട് ബൈ ടോട്ടൽ പാർട്ട് Q/A ഈസ് ഈക്വൽ ടു ഇതിത്തെ ചെറിയ പാർട്ട് ബൈ ടോട്ടൽ പാർട്ട് S/B. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? P/A ഈസ് ഈക്വൽ ടു R/B. അതുപോലെ Q/A ഈസ് ഈക്വൽ ടു S/B. Q/A ഈസ് ഈക്വൽ ടു S/B ആണ് എന്നും എഴുതാം. ഓക്കെ, we have seen that a line parallel to one side of a triangle cuts the other two sides in the same ratio. നമുക്കറിയാം, നമ്മളെ അടുത്തൊരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിന്റെ ഒരു ലൈനിന് പാരലൽ, ഒരു സൈഡിന് പാരലൽ ആയിട്ട് നമ്മൾ ഒരു ലൈൻ ഡ്രോ ചെയ്താൽ അതെന്താണ്? അത് മറ്റു രണ്ട് സൈഡിനെയും സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യും. ഈസ് ദ സ്റ്റേറ്റ്മെന്റ് ഇൻ റിവേഴ്സ് ട്രൂ? അങ്ങനെയാണെങ്കിൽ അത് തിരിച്ച് ശരിയായിരിക്കുമോ? നമ്മളെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിന് ഒരു സൈഡിന്, ഈ ഒരു സൈഡിന് പാരലൽ ആയിട്ട് നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്താൽ എന്താണ്? ഈ രണ്ട് സൈഡിനെയും അത് സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യും. അതിനെ തിരിച്ചാണെങ്കിലോ? തിരിച്ച് ശരിയായിരിക്കുമോ എന്നാണ് നമ്മളെ ചോദ്യം. അപ്പം ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സിന് സെയിം റേഷ്യോ ആണെങ്കിൽ, രണ്ട് സൈഡ്സിനെ കട്ട് ചെയ്യുന്നത് സെയിം റേഷ്യോ ആണെങ്കിൽ ഈ ഒരു വരച്ച ഈ ലൈനിന് പാരലൽ ആയിരിക്കുമോ? അതായിരിക്കും അതിന്റെ റിവേഴ്സ് വരുന്നത്, അല്ലെ? ത്രികോണത്തിന്റെ ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റു രണ്ട് വശങ്ങളെ ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കുന്നു എന്ന് കണ്ടല്ലോ. നമ്മൾ ഓൾറെഡി പറഞ്ഞ റിസൾട്ട് ആണ്. ഒരു സൈഡിന് പാരലൽ ആയിട്ട് നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്യുകയാണെങ്കിൽ അത് മറ്റു രണ്ട് സൈഡിനെയും സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇത് മറിച്ചു പറഞ്ഞാൽ ശരിയാകുമോ? ഇനി നമുക്ക് തിരിച്ച് നമ്മൾ അതിന്റെ റിവേഴ്സ് ആണ് നോക്കുന്നത്. എന്താ? ഇഫ് എ ലൈൻ ഡിവൈഡ്സ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിളിന്
എന്താണ് ട്രയാങ്കിളിന്റെ ഒരു ലൈൻ, ട്രയാങ്കിളിൽ നമ്മൾ ഒരു ലൈൻ ഡ്രോ ചെയ്താൽ ഈ ലൈൻ എന്താ ഡിവൈഡ്സ് ദ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. ഈ രണ്ട് സൈഡിനെയും എന്താ സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാൻ വി സേ ദാറ്റ് ഇറ്റ് ഈസ് പാരലൽ ടു ദ തേർഡ് സൈഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വരച്ച ഈ ഒരു വര ഈ തേർഡ് സൈഡിന് ഇവിടെ രണ്ട് സ്ഥലത്തും നമ്മൾ ഈ രണ്ട് സൈഡിനും ഈ രണ്ട് സൈഡിനെയും ആണ് സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യുന്നതെങ്കിൽ അത് മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കുമോ എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ത്രികോണത്തിലെ രണ്ട് വശങ്ങളെ ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കുന്ന വര സെയിം റേഷ്യോയിലാണെങ്കിൽ മൂന്നാമത്തെ വശത്തിന് സമാന്തരമാണെന്ന് പറയാമോ? നമ്മൾ പഠിച്ച റിസൾട്ടിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. സെയിം റേഷ്യോ ആണെങ്കിൽ നമ്മളെ ആ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ തേർഡ് സൈഡിന് പാരലൽ ആയിരിക്കുമോ എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇൻ ദ പിക്ചർ ബിലോ, ഈ ഒരു പിക്ചർ നോക്കാം. ഈ പിക്ചറിൽ പോയിന്റ്സ് ഡിവൈഡിങ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ഇൻ ദ റേഷ്യോ 1:2 ആർ മാർക്കഡ്. ഇവിടെ നമുക്ക് 1:2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് റേഷ്യോ. അതെങ്ങനെ വരും? ഇവിടെ നമ്മൾ നോക്കുക, ഈ ട്രയാങ്കിൾ ABC, ഇതാണ് നമ്മളെ ട്രയാങ്കിൾ ABC. ഇവിടെ നമുക്ക് എന്താ തന്നത്? ഈ ഒരു ഇവിടെ നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട്, അതുപോലെ ഇവിടെയും ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ പോയിന്റിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കുക, ഈ പോയിന്റിന് വൈ എന്ന് കൊടുക്കുക. ഇവിടെ AX എന്ന് പറഞ്ഞാൽ AX ഈസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ. അതുപോലെ XC ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ. അപ്പൊ അതിന്റെ റേഷ്യോ എന്തായിരിക്കും? 2:4 വിച്ച് ഈസ് ഈക്വൽ ടു 1:2. 2:4 എന്ന് പറഞ്ഞാൽ 1:2. ഇനി നമ്മൾ അടുത്ത സൈഡ് നോക്കുക. ലെഫ്റ്റ് സൈഡ് കഴിഞ്ഞു, ഇനി റൈറ്റ് സൈഡ് നോക്കുമ്പോൾ എന്താ? BY ഈസ് ഈക്വൽ ടു 2.5 സെന്റിമീറ്റർ. അതുപോലെ YC ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. അപ്പം 2.5 ഇൻറ്റു 5ന്റെ ഹാഫ് അല്ലേ 2.5, 2.5ന്റെ ഡബിൾ അല്ലേ 5. അപ്പൊ ഇതും 1:2 ആണ്. 2ന്റെ ട്വൈസ് ആണ് 4, അതുപോലെ 2.5ന്റെ ട്വൈസ് ആണ് 5. അഥവാ 4ന്റെ ഹാഫ് ആണ് 2, 5ന്റെ ഹാഫ് ആണ് 2.5 സെന്റിമീറ്റർ. സോ അതിന്റെ റേഷ്യോ എന്താ? രണ്ടിന്റെയും റേഷ്യോ 1:2 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താണ് റേഷ്യോ സെയിം ആണെങ്കിൽ നമ്മൾ ഈ വരയ്ക്കുന്ന ഈ ലൈന് ABക്ക് പാരലൽ ആയിരിക്കുമോ എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. നോക്കാം. The line through the point on the left line parallel to the bottom side must divide the right side also in the ratio 1:2. എന്താ പറഞ്ഞത്? ഇടതുവശത്തെ കുത്തിലൂടെ താഴത്തെ വശത്തിനു സമാന്തരമായി വരയ്ക്കുന്ന വര വലതുവശത്തെയും 1:2 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കണമല്ലോ. അപ്പൊ നമ്മൾ ഈ പോയിന്റിന്ന് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കാണ്. നമ്മളെ കയ്യിൽ ഇനി എന്തുണ്ട്? റേഷ്യോ സെയിം ആണ് എന്നുണ്ട്. So it must pass through the point marked on the right side. അപ്പൊ റേഷ്യോ സെയിം ആണ്, അതുകൊണ്ട് ഈ പോയിന്റിന്ന് നമുക്ക് ഈ പോയിന്റിലോട്ട് ലെഫ്റ്റ് സൈഡിന്ന് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ലൈൻ ഡ്രോ ചെയ്തു. അപ്പോൾ അത് വലതുവശത്തെ കുത്തിലൂടെയും കടന്നു പോകണം. This means the line parallel to the bottom side. അപ്പം എന്താണ്? ആ ലൈന് താഴത്തെ വരയ്ക്ക് സമാന്തരം. Through the point on the left is the line joining this point. That is to say, the line joining these points is parallel to the bottom side. അപ്പൊ ലെഫ്റ്റ് സൈഡിലത്തെ പോയിന്റിന്ന് റൈറ്റ് സൈഡിലത്തെ പോയിന്റിൽ നമ്മൾ വരച്ചു ഒരു വര. നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് രണ്ട് സൈഡ്സിലും റേഷ്യോ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? രണ്ട് സൈഡിലൂടെയും നമ്മൾ ഡ്രോ ചെയ്ത ആ ഒരു ലൈന്, ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് നമ്മൾ ജോയിൻ ചെയ്ത ആ ലൈന് നമ്മുടെ ട്രയാങ്കിളിന്റെ തേർഡ് സൈഡിന് പാരലൽ ആണ്. അതായത് താഴത്തെ വശത്തിനു സമാന്തരമായി വരയ്ക്കുന്ന വര നമ്മൾ പാരലൽ ആയിട്ടാണ് വരച്ചത്. ഈ കുത്തുകൾ യോജിപ്പിക്കുന്ന വര തന്നെയാണ്. അപ്പോൾ ഈ കുത്തുകൾ യോജിപ്പിക്കുന്ന വര താഴത്തെ വശത്തിന് സമാന്തരമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നമ്മൾ ഡ്രോ ചെയ്തു. നമ്മൾ രണ്ട് പോയിന്റ് ഉണ്ടായിരുന്നു, ആ രണ്ട് പോയിന്റും കൂടെ നമ്മൾ കൂട്ടി ലെഫ്റ്റ് സൈഡിന് നമ്മൾ ലെഫ്റ്റ് സൈഡിന് റൈറ്റ് സൈഡിലോട്ട് ജോയിൻ ചെയ്ത് വരച്ചു. അപ്പൊ നമുക്ക് ഒരു റിസൾട്ട് ഉണ്ട്. എന്താ നമ്മളെ റിസൾട്ട്? ഇൻ എനി ട്രയാങ്കിൾ, ഏതൊരു ട്രയാങ്കിളിലും എ ലൈൻ ഡിവൈഡിങ് ടു സൈഡ്സ് ഇൻ ദ സെയിം റേഷ്യോ ഈസ് പാരലൽ ടു ദ തേർഡ് സൈഡ്. അപ്പം ഒരു ലൈന്, ആ ലൈന് സെയിം റേഷ്യോയിലാണ് ഈ രണ്ട് സൈഡിനെയും കട്ട് ചെയ്യുന്നത് എങ്കിൽ ഈ ലൈന് നമ്മൾ വരച്ച ഈ ലൈന് പാരലൽ ടു ദ തേർഡ് സൈഡ് ആയിരിക്കും.
ഏത് ത്രികോണത്തിലും രണ്ട് വശങ്ങളെ ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കുന്ന വര മൂന്നാമത്തെ വശത്തിനു സമാന്തരമാണ്. ഓക്കെ, എന്താ പറഞ്ഞത്? എ ലൈൻ ഡിവൈഡിങ് ടു സൈഡ്സ് ഇൻ ദ സെയിം റേഷ്യോ. ഒരു ലൈൻ ഉണ്ട്, ആ ലൈന് രണ്ട് സൈഡിനെയും സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ലൈൻ എന്ന് പറഞ്ഞാൽ അത് തേർഡ് സൈഡിന് പാരലൽ ആണ്. അപ്പൊ നമ്മൾ ട്രയാങ്കിൾ ഡിവിഷനിൽ നമ്മൾ രണ്ട് റിസൾട്ട് പഠിച്ചു അല്ലെ. ജസ്റ്റ് ഫസ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്, ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലൽ ആയിട്ട് നമ്മൾ ഒരു ലൈൻ ഡ്രോ ചെയ്താൽ അത് മറ്റ് രണ്ട് സൈഡിനെയും സെയിം റേഷ്യോയിൽ ഒരേ അംശബന്ധത്തിൽ കട്ട് ചെയ്യും അല്ലെ, സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യും. അതുപോലെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ലൈനിന് ഒരു സൈഡിന് പാരലൽ ആയിട്ട് നമ്മൾ ഒരു ലൈൻ ഡ്രോ ചെയ്താൽ അത് സെയിം പാർട്സ് ആയിരിക്കും, അത് കട്ട് ചെയ്യുന്നത് സെയിം പാർട്സിലുമായിരിക്കും. റേഷ്യോയുമാണ് പാർട്സുമാണ് സെയിം ആണ്. ഓക്കെ, ഇനി പിന്നെ നമ്മൾ പഠിച്ച ഒരു റിസൾട്ട് ആണ്. എന്താ നമ്മൾ പഠിച്ചത്? നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്, ആ ട്രയാങ്കിളിൽ നമ്മൾ ഒരു ലൈൻ ഡ്രോ ചെയ്തു, ആ ഡ്രോ ചെയ്ത ലൈന് ഈ രണ്ട് സൈഡിന്റെയും കട്ട് ചെയ്യുന്നത് സെയിം റേഷ്യോ, ഇത് ഡിവൈഡ് ചെയ്യുന്നത് സെയിം റേഷ്യോ ആണെങ്കിൽ എ ലൈൻ ഡിവൈഡിങ് ടു സൈഡ്സ് ഇൻ ദ സെയിം റേഷ്യോയിലാണെങ്കിൽ ഈ ലൈൻ എന്ന് പറഞ്ഞാൽ തേർഡ് സൈഡിന് പാരലൽ ആയിരിക്കും, മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. സിമ്പിൾ ആണ് അല്ലെ, ഒന്നുമില്ല. നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ മൂന്ന് സൈഡ്സ് ഉള്ള ഒരു പോളിഗൺ ആണ്. ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലൽ ആയിട്ട് നമ്മൾ ഒരു ലൈൻ സമാന്തരമായിട്ട് ഒരു വര വരച്ചാൽ അതിന്റെ മറ്റ് രണ്ട് സൈഡിനെയും അത് ഡിവൈഡ് ചെയ്യുന്നത് കട്ട് ചെയ്യുന്നത് സെയിം റേഷ്യോയിലായിരിക്കും. തിരിച്ചും നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മളെ കയ്യിലൊരു ട്രയാങ്കിൾ ഉണ്ട്, നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്തു ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്, ആ ലൈൻ സെയിം റേഷ്യോയിലാണ് രണ്ട് സൈഡിനെയും കട്ട് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ ആ വരച്ച വര മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. അതാണ് നമ്മൾ പഠിക്കുന്ന ട്രയാങ്കിൾ ഡിവിഷൻ, ത്രികോണ ഭാഗത്തിലുള്ള റിസൾട്ട്സ്. ഇമ്പോർട്ടന്റ് ആണ്, ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ആ കൺസെപ്റ്റ്സ് മാത്രം മനസ്സിലാക്കിയിട്ട് വെക്കാം. അപ്പം നമ്മള് ടെക്സ്റ്റിലുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ ഈ രണ്ട് റിസൾട്ട്സും പഠിക്കുക. എന്താ പറയുന്നത്? ഒന്നും കൂടെ പറയാണ്. നമ്മളെ കയ്യില് ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഈ ട്രയാങ്കിളിന് ഈ ഒരു സൈഡിന് പാരലൽ ആയിട്ട് നമ്മൾ വേറൊരു വര വരച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പാരലൽ ആയിട്ട് വരച്ച വര ഈ രണ്ട് സൈഡിനെയും സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് പാരലൽ ആണെങ്കിൽ ഈ രണ്ട് റേഷ്യോയും ഇവിടുത്തെ രണ്ട് റേഷ്യോയും ഈക്വൽ ആയിരിക്കും. ഇവിടെ 1:2 ആണെങ്കിൽ ഇവിടെയും 1:2 ആയിരിക്കും. ഇവിടെ 5:6 ആണെങ്കിൽ ഇവിടെയും 5:6 ആയിരിക്കും. അങ്ങനെ ഇനി നമ്മൾ നേരെ സെയിം പാർട്സ് ആണെന്നും പറയാം, സെയിം പാർട്സിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പഠിച്ച റിസൾട്ട് ആണ് എന്താ? നമ്മുടെ കയ്യിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഈ ട്രയാങ്കിളിൽ നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിന് റൈറ്റ് സൈഡിലോട്ട് ഒരു ലൈൻ ഡ്രോ ചെയ്തു. ഈ ഡ്രോ ചെയ്ത ലൈന് നമ്മൾ എന്താ ഈ രണ്ട് സൈഡിനെയും സെയിം റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇതും 1:2 ആണ് തന്നിട്ടുണ്ട്, ഇതും 1:2 ആണ് തന്നിട്ടുണ്ട്. സെയിം റേഷ്യോ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മൾ വരച്ച ഈ വര നമ്മളെ തേർഡ് സൈഡായ ഈ തേർഡ് സൈഡിന് നമ്മളെ ട്രയാങ്കിളിന്റെ തേർഡ് സൈഡിന് പാരലൽ ആണ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ രണ്ട് റിസൾട്ട്സുമാണ് ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇത്. അപ്പൊ ഈ രണ്ട് റിസൾട്ട്സുമാണ് നമ്മൾ ത്രികോണ ഭാഗം, ട്രയാങ്കിൾ ഡിവിഷൻ എന്ന് പറഞ്ഞ ഈ ഒരു പാർട്ടിൽ പഠിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.